രീതിയിലേക്ക് ബിസിനസ് തിരികെയായിരുന്നല്ലേ? അപ്പൊ ഈ സമയത്താണോ വിവാഹിതനായത്? ഇത് കഴിഞ്ഞ് 2000-ലാണ് വിവാഹിതനായത്. 2000-ലാണ്. എല്ലാം പിക്കപ്പായി വന്നതിന് ശേഷം മാത്രമേ. എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികൾ. പേരെന്താണ് അവരുടെയൊക്കെ? ആദിത്യം അദ്വൈതും. ആദിത്യം അദ്വൈതും. അപ്പോൾ വൈഫിന്റെ പേര് സജ്ജന. മലയാളി തന്നെ? മലയാളി തന്നെ. ഇവിടെ അടുത്ത സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? മലയാളിയായിട്ട് ഒരു 3-4 ആളെ ഉണ്ടാവും ഇവിടെ. സുഹൃത്തുക്കൾ ഒരു രാജൻ നായർ, രാമചന്ദ്രൻ, അങ്ങനെ ഒരു ആംസ് എന്ന് പറഞ്ഞ് ഒരു കമ്പനി നടത്തുന്നുണ്ട്, ന്യൂമാറ്റിക് പമ്പ്. മലയാളിയാ, ക്രിസ്ത്യൻ. BP റോഡ് തന്നെയാണ്. അവരെ കമ്പനി ചിലപ്പോൾ ഹെൽപ്പ് എന്തെങ്കിലും ചെയ്തു കൊടുക്കും. ഇപ്പൊ സ്വന്തം കമ്പനിയിൽ എത്ര തൊഴിലാളികളുണ്ട്? 10 മുതൽ 14 വരെ തൊഴിലാളികൾ. മലയാളികൾ തന്നെയാണ്? എല്ലാം UP-ക്കാരാണ്. UP-ക്കാർ. പൊതുവെ ബോംബെയിലുള്ള ആൾക്കാർ പറഞ്ഞു UP-ക്കാരാണ് തൊഴിൽ ചെയ്യാൻ നല്ലവരെന്ന് പറയുന്നത്. ശരിയാണത്? തൊഴിൽ അങ്ങനെയൊന്നുമില്ല. എന്നാന്ന് പറഞ്ഞാൽ കഠിന അധ്വാനം UP-ക്കാർ മാത്രമേ ചെയ്യുന്നുള്ളൂ. കഠിനാധ്വാനം, ഒരു സമയം കൂടുതലും കുറഞ്ഞ റേഞ്ചിലും. ഇപ്പം പൈസ എന്ന് പറഞ്ഞാൽ മലയാളികൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇപ്പം കൊടുക്കേണ്ടി വരും. ഇവർക്ക് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് 125 രൂപ കൊടുക്കേണ്ടി വരും. ഏതൊരു വ്യക്തിയും വിജയത്തിലെത്തുന്നതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട് അല്ലെ? ഒരുപാട് പട്ടിണി, പലരും പറഞ്ഞ പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്. വസ്ത്രമില്ലാതെ ജീവിക്കേണ്ട അവസ്ഥ നമ്മളും അതേപോലെ ഭക്ഷണം ഇല്ലാണ്ടില്ലെങ്കിലും കിടക്കാൻ സ്ഥലമില്ലാണ്ടും ഒരു കമ്പനിയിൽ വാടകയ്ക്ക് ഒരു ലേശം സ്ഥലം എടുത്തിട്ട് അവിടുന്ന് ഒരു ലെയ്ത്ത് മെഷീനും ഒരു ഡ്രിൽ മെഷീനും ഒരു ഹാൻഡ് പ്രസ്സും എടുത്തിട്ടാണ് ജോബ് ആദ്യം തുടങ്ങി. അങ്ങനെയെന്ന് പറഞ്ഞാൽ രാത്രി മുഴുവനും പണി ചെയ്തിരുന്നു. രാവിലെ നമ്മൾ ആരെയും വെച്ചിരുന്നില്ല, 2 പേരും. അങ്ങനെ ആളാദ്യം പാർട്ട്ണറായിരുന്നില്ല. അങ്ങനെ ഇത്ര പെർസെൻറ്റേജ് നിനക്ക് തരും, ഇത്ര പെർസെൻറ്റേജ് അങ്ങനെയായിരുന്നു. പിന്നെ ആദ്യം എന്ന് പറഞ്ഞാൽ 15 കുറച്ച് പൈസ അവൻ തന്നിരുന്നു. ഞാനും എൻ്റെ കൈ കൊണ്ടു. എൻ്റെ മൊത്തം എന്ന് പറഞ്ഞാൽ 85% 90% പൈസ എൻ്റെ തന്നെയായിരുന്നു. എന്നിട്ട് ലാഭത്തിന്റെ വിഹിതം കുറവാണ് തരുന്നത്? അല്ല, അങ്ങനെയല്ല. ഈ മാർക്കറ്റ് ബിസിനസ് പിടിക്കുന്നത് ഇത്ര ഇതായിരുന്നു. എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ പെർസെൻറ്റേജ് ഇല്ല, ഇത്ര വർക്ക് ചെയ്ത് ഈ വർക്ക് ചെയ്തതിൻ്റെ ലാഭത്തിൻ്റെ 10% അവന് കൊടുത്തിരുന്നു. പിന്നെ ഞാൻ ഡൈ വർക്ക് അലകായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10-30,000 രൂപേൻ്റെ വർക്ക് ഞാൻ എക്സ്ട്രാ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ 2 പേരും നമ്മൾ ചാക്ക് കിടന്നിട്ടും 2 പേരും ഒന്നിച്ചിട്ട് തന്നെ ഒരു 2 വർഷം വരെ കാലിൽ തന്നെ കിടന്നിട്ടും രാത്രി ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടും ഭക്ഷണം രാത്രി മാത്രം. അങ്ങനെയെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് 94-ൽ അവന് 50% പാർട്ട്ണറാക്കിയിട്ട് അവനെ വെച്ചിരുന്നു. അങ്ങനെ 50% പാർട്ട്ണറാക്കി വെച്ചു. ഈ 95-96 നമ്മൾ പിക്കപ്പ് ചെയ്ത് പിന്നെ ഒരു റൂമെല്ലാം വാടകയ്ക്ക് എടുത്ത്. എന്നാൽ ഞാൻ 2000 വരെ കാലത്ത് തന്നെയാണ് കിടന്നുറങ്ങി. അവർ ഫാമിലിയായി വന്ന് 98 വരെ നമ്മൾ സ്വയം ഇങ്ങനെ വാടകയ്ക്ക് റൂം എടുത്തിട്ട് 2 പേരും താമസിക്കുകയായിരുന്നു. 98 ആകുന്നപ്പോൾ അവൻ ഫാമിലി വന്നിട്ട് അവന് റൂം കൊടുത്ത് ഞാൻ പിന്നെ കാലത്ത് തന്നെ ആയിരുന്നു താമസം. പിന്നെ എനക്കൊരു ഞാൻ സ്വയം ഉണ്ടാക്കിയതാണ് ഡൈ കാസ്റ്റിംഗ് മെഷീൻ. സ്വന്തം മെഷീൻ ഉണ്ടാക്കി? 180 ടണ്ണിൻ്റെ. 2099 ഞാൻ മിഷൻ പണി മുഴുവനും പൂർത്തിയാക്കി. സ്വന്തമായിട്ടൊരു മെഷീൻ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതിനുള്ള ഈ പാർട്സ് ഒക്കെ അവിടെ നിന്ന് പാർട്സ് എല്ലാം ഇരുമ്പും മറ്റേതെല്ലാം മാർക്കറ്റിൽ നിന്ന് മേടിച്ച് അതിനാ അല്ല അലൂമിനിയം ഡൈ കാസ്റ്റിംഗ്. ഇഞ്ചിൻ കവറെല്ലാം കണ്ടിട്ടില്ല? കാസ്റ്റിംഗ് കവർ. ഏത് ജോബും ഒരു 3/4 കിലോ വരെ
അടിച്ചെടുക്കാൻ പറ്റും മെഷീനിൽ. ഓ ഓ 3/4 കിലോ 1/2 കിലോ ജോബിൻ്റെ വലിപ്പം പോലെ. അതിൻ്റെ തിക്നെസ് വാൾ തിക്നെസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോബിനെ ഇതാക്കുക. ഇപ്പോൾ 500 ഗ്രാം 600 ഗ്രാമിൻ്റെ പീസ് അടിക്കുന്നുണ്ട്. 1 കിലോ വരെ അടിച്ചിട്ടുണ്ട് മെഷീനിൽ. അപ്പോൾ ഈ ലേബർ ജോബ് എന്ന് പറഞ്ഞ് കാർഡിൽ എഴുതിയിട്ടുണ്ട്, അതെന്താണത്? ലേബർ ജോബ് എന്ന് പറഞ്ഞാൽ ഡൈ കാസ്റ്റിങ്ങിൻ്റെ ഡൈ വേറെ ആൾ കൊണ്ടുത്തരിക. അപ്പോൾ ഞാൻ ലേബർ മാത്രമേ ചെയ്യൂ. അങ്ങനത്തെ ഒരു ഷോട്ടിൻ്റെ ചാർജ് ഉണ്ടാവും. ഒരു ഷോട്ട് എന്ന് പറഞ്ഞാൽ ഇതാ 10 റുപ്യ 8 റുപ്യ. ഒരു ദിവസം 10 600 700 ഷോട്ട് അടിക്കാൻ പറ്റും. ആ കണക്കിലാണ് ലേബർ ജോബ് എന്ന് പറയുന്നത്. ശരി ശരി. അപ്പോൾ എൻ്റെ ജോബിന് എന്ന് പറഞ്ഞാൽ 10 15 ദിവസം പണിയെടുക്കേണ്ട ജോബേ എനിക്കുണ്ടാവും ഡൈ കാസ്റ്റിങ്ങിൽ. ബാക്കിയുള്ളത് പുറത്തില്ല ജോബ് ചെയ്യും. പുറത്ത് വർക്ക് കൊടുത്തേക്കുന്നത് അല്ല, പുറത്തില്ല വർക്ക് എടുത്തിട്ട് ചെയ്യും. മിഷൻ ഓണാക്കി വെക്കും. അത് അല്ല, ഇപ്പൊ സാധാരണ ഒരു അവധി ദിവസം ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ദിവസം ഉണ്ടോ വർക്ക്ഷോപ്പിന്? ഞായറാഴ്ച അവധിയാ. ഞായറാഴ്ച. അതുപോലെ തന്നെ ഇപ്പൊ തൊഴിലാളികൾ ഒത്തിരി പേരുണ്ട് അല്ല, കീഴിലൊരു 10-11 പേരുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് എങ്ങനെയാണ് ശമ്പളമായിട്ട് അല്ലെങ്കിൽ ബോണസ് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ടോ? ബോണസ് 8.33% ബോണസ്. ഓ, അങ്ങനെ ശതമാനമൊക്കെ വെച്ചിട്ടുണ്ട്. ഓ, പിന്നെ അവരുടെ സംരക്ഷണം, അവരുടെ ജീവിതത്തിന് എന്തൊക്കെ അവർക്ക് എന്ന് പറഞ്ഞാൽ ശമ്പളം ആദ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം എല്ലാം കമ്പനി കൊടുത്തിരുന്നു. താമസം കമ്പനി തന്നെയായിരുന്നു അവർ താമസിച്ചിരുന്നത്. ഭക്ഷണം കൊടുത്തിരുന്നു. ശമ്പളത്തിൽ നിന്ന് ഒരു തുക കട്ടാക്കും. മരുന്ന്, ഭക്ഷണം എല്ലാം, ഡ്രസ്സ്, ഇങ്ങനത്തെ എല്ലാം കൊടുത്തിരുന്നു. അതവർക്ക് ചിലയാൾക്ക് രോഗം വരുന്നില്ല, അസുഖം വരാത്തവരുണ്ടാവും, അസുഖം കൂടുതലുള്ളവരുണ്ടാവും. അങ്ങനെ അവർക്ക് പ്രോബ്ലം അതിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞ് അവർ പറഞ്ഞ് ശമ്പളം മതി. അങ്ങനെ ശമ്പളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ 6000 റുപ്യ 5000 റുപ്യ 4500 4000 റുപ്യ ഇങ്ങനെ ഓരോ ഹെൽപ്പറെ ഇതിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഈ എത്ര വർഷമായി ഈ 10 പേര് ഇങ്ങനെ കീഴിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇവർ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ 2-3 കൊല്ലം കൊണ്ട് പോകുന്നവരുണ്ടാവും. ചിലത് കുറേ കാലമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരാളുണ്ട് ആദ്യം തുടക്കത്തിലേ ഇല്ല, ഒരു മനുഷ്യൻ, ഒരു വ്യക്തിയുണ്ട്, വിനോദ് എന്ന് പറഞ്ഞിട്ട്. അവൻ 4-5 കൊല്ലം മുന്നിൽ അവൻ നാട്ടിലായിരുന്നു. അവൻ പിന്നെയും ഇപ്പം 2 കൊല്ലമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് തലശ്ശേരിയിലേക്ക് പോകാറുണ്ടോ? ഇപ്പം തലശ്ശേരി എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 14-ാം തീയതി തലശ്ശേരി പോയിരുന്നു. വണ്ടി എടുത്ത് പോയോ? ഇവിടുന്ന് വണ്ടി പിടിച്ചു പോയി. നാട്ടിലിപ്പോൾ ആരൊക്കെയുണ്ട്? അമ്മയില്ലേ? അമ്മയുണ്ട്. അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല? ഇല്ല. അമ്മയ്ക്ക് എങ്ങനെയാണ്, സന്തോഷമാണോ മോനെ കാണുന്നത്? അമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്വന്തമായിട്ട് തന്നെ എടുത്ത്. ആ വീട്ടിൽ അവർ ഒറ്റക്ക് ജീവിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരണം എന്നൊന്നും അവർക്കില്ല. അതുകൊണ്ട് താല്പര്യമില്ല. ആരോഗ്യ വ്യവസ്ഥ നല്ലതാ, അതുകൊണ്ട് അങ്ങനെ ഒറ്റക്ക് ജീവിക്കുന്നു. ഒറ്റക്കല്ല, പെങ്ങളെ ഒരു ആൺകുട്ടി അവരെ കൂടെ നിൽക്കുന്നുണ്ട്.